പോണത് ആ ടെമ്പിൾ കാണാനാണ്. അപ്പോൾ നമ്മൾ നേരെ നാട്ടിലേക്ക് പോകണം എന്നുള്ളതിൻ്റെ ഇടയിലാണ് ഇവിടെ സ്റ്റേ അടിച്ചത്. അപ്പോൾ ഇനി നമ്മൾ നേരെ പോണത് ആതിരപ്പള്ളി പോകണം. ആഴ്ചയിൽ ആ റൂട്ടിലൂടെയാണ് പോണത്. ഫസ്റ്റ് ഇവിടെ വിസിറ്റ് ചെയ്യാന്ന് കരുതി. അപ്പൊ നമ്മൾ എങ്ങോട്ടാണ്? നമ്മൾ പളനി മുരുകനെ പാക്ക അങ്ങ ഊപ്പർ. അപ്പൊ നമ്മൾ ഏതായാലും ഇവിടെ വന്നപ്പോ അതൊന്ന് വിസിറ്റ് ചെയ്യാൻ പോവാട്ടോ. ഗുഡ് മോർണിംഗ് സ്റ്റോറി അവിടെ നിന്നുണ്ടല്ലേ? രാവിലെ അല്ല, ഒരു 7 ആയപ്പോ പളനി എന്താ പറയാ ടൗണിൽ കൂടെ ഇങ്ങനെ നടക്കുന്നു. ഇവിടെ ഇങ്ങനെ ഇവർ കുറേ നേർച്ചക്കായിട്ടും അതുപോലെ വിസിറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് വന്നവരൊക്കെ ഉണ്ട് കേട്ടോ. മുട്ടടിക്കാനാണല്ലോ സാധാരണ ഇങ്ങോട്ട് വരിക. അപ്പോൾ ഒരുപാട് നേർച്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്. രാവിലെ തന്നെ നല്ല തിരക്കാണ്. അപ്പോൾ ഇങ്ങനെ ഇവിടെയൊക്കെ ഓരോ എന്തൊക്കെയോ വിളിച്ചു പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടെ ടിക്കറ്റൊക്കെ എടുക്കുന്ന സ്ഥലം. പിന്നെ അതുപോലെ ഇങ്ങനെ മുണ്ടനം ചെയ്ത് കൊടുക്കുന്ന സ്ഥലം ഈ ഭാഗം തന്നെയാണ്. അപ്പോൾ നമ്മളേതായാലും വന്ന സ്ഥിതിക്ക് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നേരം രാവിലെ ആണല്ലോ, അപ്പോൾ വെയിലൊക്കെ ഇങ്ങനെ ചൂടായി വരുന്നുള്ളൂ. പിന്നെ ഭയങ്കര രസം കേട്ടോ ഇതിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നപ്പോൾ. എന്താ പറയുക, ഭയങ്കര ഒരു നമ്മൾ സിനിമയിലൊക്കെ കാണുമല്ലോ. പിന്നെ രാവിലെ തന്നെ ഇങ്ങനെ ഓരോ ഇവരെ ഭക്തിഗാനങ്ങളും ഇതൊക്കെ കേട്ടിട്ടും അതുപോലെ നോക്കി ഈ വണ്ടി നോക്കി ഇങ്ങോട്ട് പോവാനാട്ടോ. അപ്പം അങ്ങോട്ട് ഇവർക്ക് സന്ദർശകർക്കും പിന്നെ അതുപോലെ ഇവിടെ ക്ഷേത്രത്തിൽ അങ്ങോട്ട് വിസിറ്റ് ചെയ്യാൻ പോകുന്നവർക്കൊക്കെ നടക്കുന്ന ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വണ്ടിയാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് കേട്ടോ. ഇതിലൂടെ വേണം പോകാൻ. ഒരുപാട് കയറാണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി കയറാണ്ട് കേട്ടോ. ഇവിടുന്ന് ഇവർക്ക് ഇവിടെ എന്തൊക്കെയാണ് നേർച്ചയാക്കിയെന്നുള്ള എനിക്കതിൻ്റെ കാര്യങ്ങളൊന്നും കറക്റ്റ് അറിയില്ല. നമ്മളത് ജസ്റ്റ് കണ്ടു എന്നുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഇതിലൂടെ ഒത്തിരി മുകളിലെത്തണം, കുറേ നടക്കാനുണ്ട്. അപ്പം നമ്മൾ ചോദിച്ചപ്പോൾ കുറേ നടക്കാനുണ്ട്. ഗൈസ് ആകെ പാളിപ്പോയി. അപ്പോൾ നമ്മളിവിടെ കയറാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ ഫോൺ അലൗഡ് അല്ല, ചെരുപ്പ് പിന്നെ സ്വാഭാവികം. പിന്നെ അപ്പോൾ ഫോണൊന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മളങ്ങോട്ട് റിസ്ക് എടുത്തില്ല. പിന്നെ ഒരു അരമണിക്കൂർ കയറാനുണ്ട്. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വേസ്റ്റ് ഇല്ലെന്ന് നമ്മൾ ഇതിൻ്റെ ചുറ്റുഭാഗത്ത് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ തിരിഞ്ഞ് കളിച്ചിട്ട് നമ്മൾ മെല്ലെ പോവാണ്. ദേ ആ മുകളിൽ കാണുന്നതാണ് മുരുകൻ ടെമ്പിൾ ട്ടോ. അത്രയും നടന്നിട്ട് വേണം അങ്ങോട്ട് എത്താൻ. ആദ്യം നടക്കാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ ഭയങ്കര റിസ്ക്കാന്ന് മനസ്സിലായി. കാരണം പോകുന്ന ആവേശം ഉണ്ടാവില്ലല്ലോ തിരിച്ചിറങ്ങാൻ. പിന്നെ നമുക്ക് ആതിരപ്പള്ളിക്ക് എത്തണം എന്നുണ്ട്. അപ്പോൾ ടൈം ലേറ്റ് ആവും. വാൽപ്പാറ ഒക്കെ ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് കയറണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയിട്ടോ. പിന്നെ നമ്മൾ നാട്ടിലേക്ക് പോകുന്നത് ഞാൻ പറഞ്ഞു വാൽപ്പാറ, ആതിരപ്പള്ളി, വാഴച്ചാൽ ആ വഴിയാണ് കേട്ടോ. അറിയാം, പോയവർക്കൊക്കെ അറിയാം, പറയേണ്ടതില്ല. വാൽപ്പാറ എന്ന് പറയുന്ന ഒരു പർദീസയാണല്ലേ കേരളത്തിലെ. ഞാൻ ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കുതിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഏതെങ്കിലും നല്ല നല്ല പ്ലേസുകളൊക്കെ ഇങ്ങനെ എന്താ പറയുക കണ്ട് എക്സ്പ്ലോർ ചെയ്ത് പോവാന്നാട്ടോ. ഹലോ, അപ്പോൾ നമ്മളിതാ ഇനിയിപ്പോൾ വാൽപ്പാറ പോകാൻ നിൽക്കണം. അപ്പം ഇവിടുന്ന് ഫുഡൊക്കെ വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി മൊത്തം പൊടിയാണ്, നല്ല വെയിലും. അപ്പോൾ ഒന്ന് കവർ ചെയ്തതാട്ടോ മുഖം, ഭയങ്കര പൊടിയായിട്ട്. ഈ കാണുന്ന സ്ഥലത്തിൻ്റെ പേരെന്താ പറയുക, ആനമലൈ നാട്ടോ. ഇതിൽ ഈ കാണുന്ന മല ഇവിടെ ഇങ്ങനെ ആനൻ്റെ ആകൃതിയിൽ ഇങ്ങനെയുള്ള മല ഉണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ആനമല എന്നുള്ള പേര് വന്നു കേട്ടോ. ഞങ്ങൾ ഗസ് ചെയ്ത് പറഞ്ഞത്. ശരിക്കും ഇതൊക്കെ കണ്ടോ, ഈ സൂം ചെയ്ത് കാണിക്കുന്ന അങ്ങനെ കാണാൻ ശരിക്കും ഒരു ആന നിൽക്കുന്ന പോലെ തന്നെ ഉണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ ഇത്. നമ്മൾ ഷോളയാർ വഴി
വാൽപ്പാറ പോവുക കേട്ടോ. വാൽപ്പാറ വഴി പിന്നെ അങ്ങനെ അതാ നമ്മൾ വാഴച്ചാൽ ആതിരപ്പള്ളിയിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇത് നോക്കി നിങ്ങൾ, ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ്. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, കണ്ണെടുക്കാൻ തോന്നില്ല. ഇതാണ് ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരുപാട് കാണാൻ ചെറിയ വാട്ടർഫാൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഒന്നും നിർത്തിയില്ല, കാരണം ഒത്തിരി പോകാനുള്ളതുകൊണ്ട്. ചില നല്ല സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നിർത്തി കുറച്ച് 1-2 ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ. നമ്മുടെ തൊട്ട് ബാക്കിലായിട്ട് തന്നെ കുറേ റൈഡേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. അതുകൊണ്ട് അവർ കൂട്ടത്തിൽ പോകാൻ കുറേ ആൾക്കാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരൊപ്പം കമ്പനി അടിച്ച് കുറച്ച് നേരം എന്താ പറയുക റൈഡ് ചെയ്തു കേട്ടോ. പിന്നെ അവരെ കാണാനില്ലാതായി, നമ്മൾ കുറച്ച് മുന്നിലായി പോയി. അടുത്തത് വാൽപ്പാറ ചുരം. അങ്ങനെ നമ്മളിതാ കാട്ടിലൂടെ ഉണ്ടോ യാത്ര ചെയ്യുന്ന. ഇവിടെയൊക്കെ ആന ഇറങ്ങും എന്നുള്ള ബോർഡൊക്കെ ഉണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഉള്ളിൽ നല്ല പേടിയുണ്ട് കാട്ടിലൂടെ അങ്ങനെ പോകുമ്പോൾ. പക്ഷെ ഭയങ്കര രസം കിട്ടും, നമ്മൾ സ്കൂട്ടറിലൂടെ പോകുമ്പോൾ ഒന്നുകൂടെ ഫീൽ കിട്ടുമല്ലോ. വാൽപ്പാറ കണ്ടോ, ഈ റൂട്ട് നോക്കി നിങ്ങൾ, ഒന്നും പറയാനില്ല. ഞാൻ കുറച്ചൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളൂ, ചാർജിൻ്റെ സീൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഭയങ്കര രസം. അതാണ് ഞാൻ പറഞ്ഞത്, വാൽപ്പാറ റൂട്ട് അടിപൊളിയാണെന്ന്. ഇക്ക പറഞ്ഞ പോലെ തന്നെ അടിപൊളിയാണ്. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ തീർച്ചയായും റൂട്ടിലൂടെ ഒരു തവണയെങ്കിലും പോകണം കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് എന്താ പറയുക, നമുക്കൊരു ദിവസം മൊത്തം എക്സ്പ്ലോർ ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. പക്ഷെ ഞങ്ങൾ അവിടെ ഒന്നും നിർത്താണ്ട് ഞങ്ങൾ ഡെസ്റ്റിനേഷൻ ആതിരപ്പള്ളി എത്തണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പോയത് കേട്ടോ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിലൊക്കെ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള തേയിലത്തോട്ടത്തിൻ്റെ അടുത്ത് നിർത്തി എന്നല്ലാണ്ട് ഇവിടെ ഒരുപാട് നല്ല നല്ല ഹോം സ്റ്റേകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി ഹോം സ്റ്റേകളുണ്ട്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഒരുപാട് എന്താ പറയുക, കുറേ ഫ്ലവേഴ്സ്, എങ്ങനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല, കണ്ണെടുക്കാൻ തോന്നൂല. നമ്മൾ വെച്ച് പിടിപ്പിച്ച പോലെയാണ് കാണാൻ. ശരിക്കും നല്ല രസമുള്ള റെഡ് കളറും യെല്ലോ കളറും ഒക്കെ ആയിട്ട്, റെഡും ഗ്രീനും പിന്നെ അതുപോലെ എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ടൊരു സൂപ്പർ എന്താ പറയുക, കണ്ണിന് നല്ലൊരു കുളിർമയേകുന്ന കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ, കാരണം നമുക്ക് ചെക്ക് പോസ്റ്റ് എന്നുള്ള വലിയൊരു കടമ്പ കടക്കാനുണ്ട്. അതും ഞങ്ങൾ സ്കൂട്ടർ ആയതുകൊണ്ട് 4 മണി കഴിഞ്ഞാൽ സ്കൂട്ടർ കടത്തി വിടില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള കുറച്ച് ടാസ്കുകൾ ഉള്ളത് കൊണ്ട് ശരിക്കും ഇവിടുന്ന് പോരാൻ തോന്നുന്നില്ലായിരുന്നു. ഞാൻ ഇക്കനോട് ഇങ്ങനെ പറയാൻ നിൽക്കുകയായിരുന്നു, നമുക്ക് ഒരു ദിവസം വാൽപ്പാറ സ്റ്റേ ചെയ്തിട്ട് നമുക്ക് അടുത്ത ദിവസം ആക്കിയാലോ. പക്ഷേ നമുക്ക് കുറച്ച് ഷോപ്പും കാര്യങ്ങളും ബിസിയൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ പിന്നീട് ഒരിക്കലും നമ്മൾ എന്തായാലും ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു സ്ഥലത്തൊക്കെ കുറച്ച് നേരം സ്കൂട്ടറൊക്കെ ഇങ്ങനെ ഓടിച്ച് അങ്ങനെ വൈബ് എടുത്തു കേട്ടോ. നല്ല രസം ഇവിടെ ഇങ്ങനെ ഓടിക്കാനൊക്കെ, 2 ഭാഗം കാണാൻ അടിപൊളിയാണ്. ഫോട്ടോസൊക്കെ എടുക്കാനും റീൽസൊക്കെ എടുക്കാനും പറ്റിയ സ്ഥലമാണ് കേട്ടോ. സൂപ്പർ. ഇത് മാത്രമല്ല, ഇവിടുന്ന് അങ്ങോട്ട് ത്രൂ ഔട്ട് ഇങ്ങനെയാണ്, ഫുൾ അടിപൊളിയാണ്. പക്ഷേ എനിക്ക് കൂടുതലൊന്നും വീഡിയോയിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ചാർജിൻ്റെ സീൻ നല്ലോണം ഉണ്ടായിരുന്നു.
ഗൈസ് അങ്ങനെ ഇതാ ഈ കാണുന്നതാണ് ഷോളയാർ ഡാം കേട്ടോ. നോക്കി നിങ്ങൾ, ഈ കാണുന്നതാണ് ഡാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്നും നമ്മൾ ഇറങ്ങിയില്ല, ജസ്റ്റ് ഒന്ന് നിർത്തി, അല്ലാതെ അങ്ങോട്ടൊന്നും ഡാം വിസിറ്റ് ചെയ്യാനും അങ്ങോട്ടൊന്നും പോയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നേരം ഡാമൊക്കെ കണ്ടു. ഒരുപാടല്ലേ ഞാൻ പറഞ്ഞത്, ഒത്തിരി കാഴ്ചകളുണ്ട് കാണാൻ ഡാമിൻ്റെ ഇവിടെയൊക്കെ. കണ്ടോ, അവിടെ താഴെയിട്ട് ചെറിയൊരു കുട്ടികളെ പാർക്കും സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ദൂരേന്ന് നോക്കി കണ്ടു. നല്ല ഭംഗിയുള്ള ഡാമാട്ടോ, നല്ല വ്യൂ ആണ്. കുറച്ച് നേരമൊക്കെ ഇവിടെ നിന്നിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ തമിഴ്നാടും കേരളത്തിൻ്റെ ബോർഡർ കേട്ടോ. അങ്ങനെ നമ്മൾ ഇത്രയും നേരം തമിഴ്നാട്ടിലൂടെ ആയിരുന്നു വന്നത്, ഇനി നമ്മൾ കേരളത്തിലോട്ട് കിടക്കുകയാണ്. കേരളത്തിലെത്തിയത് നമുക്ക് അപ്പം തന്നെ അറിയാൻ കഴിഞ്ഞു, കാരണം റോഡ് രാവും പകലും വ്യത്യാസമുണ്ട് കേട്ടോ. തമിഴ്നാട്ടിലൂടെ നമ്മൾ സുന്ദരമായിട്ട് വന്നതെങ്കിൽ കേരളത്തിലൂടെ നമ്മൾ ഭയങ്കര കഷ്ടിച്ചാണ് നമ്മൾ ഇതായി പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. കട്ട റോഡാണെന്ന് പറഞ്ഞാൽ കട്ട റോഡ്, മഹാകട്ട റോഡാട്ടോ. തമിഴ്നാട് വിട്ട് കേരളത്തിൽ റോഡിൻ്റെ അവസ്ഥ നോക്കി ശരിക്കും കാട്ടിക്കൂടെ പോകണം പോലെ തന്നെ. ഏകദേശം ഒരു 10 കിലോമീറ്ററോളം റോഡ് മഹാമോശമായിരുന്നു കേട്ടോ. മഹാമോശം എന്ന് പറഞ്ഞാൽ കുണ്ടും കുഴിയും ഭയങ്കരമായിട്ട് പൊളിഞ്ഞൊരവസ്ഥയിൽ, പൊടിയാണെങ്കിൽ അതിനേക്കാളും. ഗൈസ്, ഒരു കാര്യം പറയാൻ വിട്ടു, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഷോളയാർ കാട്ടിലൂടെയാണ്. ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുണ്ടാവും, വലിയ കാടാണെന്ന് പറഞ്ഞാൽ വലിയ കാടാട്ടോ മക്കളെ. പിന്നെ സ്കൂട്ടറിലൂടെ പോകുമ്പോൾ ശരിക്കും പേടിയായി എന്ന് പറയാലോ. കാരണം എന്താ പറയുക, ഭയങ്കര ഇരുട്ടൊക്കെ ആയിട്ട് ശരിക്കും നമ്മൾ കാട്ടിലൂടെ പോകണൊരു ഫീല് കിട്ടിയിട്ടോ. പിന്നെ അധികം ആൾക്കാരൊന്നുമില്ല. ഇക്കയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിക്കുന്നുമുണ്ട്, അവിടെ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് കുറേ പേടിച്ചൊക്കെ വന്ന് നമ്മളിപ്പോൾ എവിടെ എത്തി ഗൈസ്? ലാസ്റ്റ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനായിട്ടുള്ള ആതിരപ്പള്ളി എത്തിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 5 മണി ആവാൻ സമയത്താണ് നമ്മൾ അവിടെ എത്തിയത്. ആകെ 6 മണി വരെ എങ്ങാനും ഉള്ളൂ. പിന്നെ കുറച്ച് നടക്കാനുണ്ട് താഴേക്കെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഓടിപ്പോവാണ്. വാഴച്ചാലാണ് നമ്മൾ ഫസ്റ്റ് കണ്ട ആ സ്ഥലം. അപ്പോൾ നമ്മൾ വാഴച്ചാൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആതിരപ്പള്ളി മിസ്സാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടുന്ന് ഒരു സ്ഥലത്ത് നിന്ന് ടിക്കറ്റ് എടുത്താൽ മതി. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേഗം നമ്മൾ ആതിരപ്പള്ളിക്ക് പോവുകയാണ്. ഈ റൂട്ടും അടിപൊളി തന്നെ കേട്ടോ. നല്ല എന്താ പറയുക, നമ്മൾ സ്കൂട്ടർ റൈഡൊക്കെ ഇഷ്ടപ്പെടുന്ന, കുറച്ച് അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും വരേണ്ട റൂട്ടാണ് വാൽപ്പാറ ഷോളയാർ ഈ വാഴച്ചാൽ ആതിരപ്പള്ളി റൂട്ട് കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാവും, ഒരു അഡ്വഞ്ചർ തന്നെ ആയിരിക്കും. അങ്ങനെ നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ആതിരപ്പള്ളി. നമ്മൾ ടിക്കറ്റ് എടുത്തുകൊണ്ട് ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിൽക്കേണ്ടി വന്നില്ല. അപ്പോൾ നമ്മുടെ ലഗേജും കാര്യങ്ങളൊക്കെ നമ്മളൊരു ഷോപ്പിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ കുറച്ച് നടക്കാനുണ്ട്, താഴേക്ക് ഇറങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ വേഗം ഇറങ്ങുകയാണ്, കാരണം അവിടെ എത്തിപ്പോത്തിന് സമയമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് നമ്മൾ ഓടി ഇറങ്ങുകയാണേ. എന്താ പറഞ്ഞേ? പിന്നെ ഫോണിലെ ചാർജും ഏകദേശം തീരുമാനമായിട്ട്, അതുകൊണ്ട് കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ ഈ ഭാഗത്തുനിന്ന്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആതിരപ്പള്ളി വാട്ടർഫോൾ. ഞാൻ ഫസ്റ്റ് ടൈമാണ്, ഒന്നും പറയാനില്ല, നിങ്ങൾ കാണുക. അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ഒരു തവണയെങ്കിലും കുറച്ച് റിസ്ക് എടുത്തിട്ട് ഇറങ്ങിയിട്ടാണെങ്കിലും ഇതൊക്കെ ഒന്ന് കാണണം കേട്ടോ. കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. അപ്പോൾ ടൈം ഏകദേശം തീർന്നിട്ടുണ്ട്. സെക്യൂരിറ്റി ഉണ്ടോ, എല്ലാവരെയും ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഞങ്ങളെ ഓടിച്ചു. അപ്പോൾ ഈ സമയം ഞാൻ പെട്ടെന്ന് പോയി വീഡിയോസ് എടുത്തതാട്ടോ. എല്ലാവരും ഒഴിവായപ്പോൾ
ഒഴിഞ്ഞ സ്ഥലത്ത് നോക്കിയിട്ട് കുറച്ച് നേരം ഞങ്ങൾ ഓടിപ്പോയി നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. വീണ്ടും സെക്യൂരിറ്റി ചീത്ത പറഞ്ഞപ്പോൾ പിന്നെ ഒരു രക്ഷയില്ലാണ്ടായി. അപ്പോൾ പിന്നെ നമ്മൾ മതിയാക്കിയിട്ടോ. പിന്നെ ഫോണിൽ ചാർജും തീർന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ 3rd പാർട്ടായിരുന്നത്. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഒക്കെ കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാം. അപ്പോൾ ഇതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിലെ ഓൾ ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ഇരുന്നായിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.